അപ്പോൾ നമ്മളിപ്പോൾ ഇന്നുള്ളത് ഫറോക്ക് മുനിസിപ്പാലിറ്റിൻ്റെ അതിർത്തി കല്ലമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ ഇന്ന് നമുക്ക് ഒരുപാട് കളക്ഷൻ ഓഫ് ഐറ്റംസ് വന്നിട്ടുണ്ട് അല്ലേ കുഞ്ഞിപ്പോൾ? അവിടെ നല്ല പപ്പൻസ് ഉണ്ട് കേട്ടോ. കാറ്ററിംഗുകാർക്കൊക്കെ ആണെങ്കിൽ പിന്നെ റൗണ്ടായിട്ട് മുറിക്കാൻ പറ്റുക, എക്കോറ പോലെ റൗണ്ടായിട്ട് റിങ്ങായിട്ട് മുറിക്കാൻ പറ്റിയ നല്ല കേര വന്നിട്ടുണ്ട്. ഏട്ടപ്രേമികളൊക്കെ ആണെങ്കിൽ ഇതാ നല്ല മുട്ടയുള്ള ഏട്ട വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഏട്ട വന്നിട്ടുണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളേ ഉള്ളൂ, പെട്ടെന്ന് വരുന്നവർക്ക്. അതുപോലെ തന്നെ പിന്നെ ചെമ്പല്ലി കഴിക്കാൻ പൂതി വെച്ച് നിൽക്കുന്നവർ, പൊരിക്കാനൊക്കെ പൂതി വെച്ച് കഴിക്കുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് നല്ല കടൽ ചെമ്പല്ലി കേട്ടോ. നമ്മളിവിടെ ചേമീൻ എന്ന് പറയാം, പിന്നെ അന്തക്ക് എന്നൊക്കെ പറയും. അടിപൊളി മീനാണ്, ഫസ്റ്റ് ക്ലാസ് മീനാണ്. പിന്നെ കുറേ ആൾക്കാരായിട്ട് ആൾക്കാർ ചോദിച്ച് നടക്കുന്ന ഒരു മീനാട്ടോ ഇന്ന് ഈ ഐറ്റംസിൽ നമ്പർ 1 എന്ന് പറയുന്നത്. അതായത് നമ്മൾ മോത എന്ന് പറയും. മോതക്ക് കടൽ വരാൽ, പിന്നെ നമ്മളവിടെ നെയ്മീൻ അതിന് കാര്യമായിട്ട് പറയില്ല, തെക്കൻ ഭാഗത്താണ് മോത എന്ന് പറയല്. നല്ല ഫസ്റ്റ് ക്ലാസ് മീനാണ് കണ്ടോ. പുതിയ മീനായതുകൊണ്ട് തന്നെ അതങ്ങോട്ട് വന്നാൽ അടിച്ചുകൂട്ടാ. അപ്പോൾ നല്ല മഞ്ഞ കളറ് കണ്ടില്ലേ, നല്ല ഫസ്റ്റ് ക്ലാസ് മീനാണ് മോത എന്ന് പറയും. അപ്പോൾ മോത വന്നിട്ടുണ്ട്. തൊലി എടുത്തിട്ട് നല്ല, ഇതിന് ലെതർ സ്കിൻ എന്ന് ഒരു പേരും കൂടെ ഉണ്ട്. അതായത് ഇതിൻ്റെ തൊലിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് ലെതർ സ്കിൻ എന്ന് പേര് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് നല്ല പെടപ്പൻ വെള്ള ആവോലിയാണ്. വെള്ള ആവോലി നമുക്ക് വലുതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 100 ഗ്രാമിന് മുകളിൽ പോയി കഴിഞ്ഞാൽ കിലോയ്ക്ക് ഏകദേശം 1200 രൂപയോളം വില വരുന്നുണ്ട്. അത്ര നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിനെ താങ്ങാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളിന്ന് കുറഞ്ഞ വിലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സൈസ് കുറഞ്ഞ ആവോലികളാണ് ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല അൽബാക്കോർ സൂതയാണ്. അതായത് മേത്ത് ഇങ്ങനെ ഇതാക്കേണ്ട അയക്കൂറ പോലെ വരകളുള്ള അൽബാക്കാർ സൂത. പിന്നെ കേരള തീരത്ത് പിന്നെ അറേബ്യൻ ഓഷ്യനിൽ കണ്ടുവരുന്ന ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള സൂതകളിലൊന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കട്ടിക ഉണ്ട്, നല്ല അടിപൊളി കട്ടിക്ക, വറ്റാന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ ഒരു പേരിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ അറേബ്യൻ സീയിൽ തന്നെ ഈ മലബാർ ഏരിയയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മലബാർ ട്രവല്ലി എന്നാണ് ഇതിന് പറയാം. ട്രവല്ലി എന്നാണ് മൊത്തത്തിൽ കടുകൾക്ക് പറയുമെങ്കിലും ഈ ഒരു ഐറ്റത്തിന് പറയാം മലബാർ ട്രവല്ലി എന്നാണ്. അത് കഴിഞ്ഞിട്ട് നല്ല ഫോളിക് ആസിഡും അതുപോലെ തന്നെ അയൺ ഗുളികകളൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഓർക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി മീനാണ് കണമീൻ എന്ന് പറയും. അതായത് ഹോഴ്സ് മാക്രിൽ കണമീൻ എന്ന് പറയുന്ന അടിപൊളി മീനാട്ടോ. ഈ മീന് പിന്നെ ഈ ഗർഭിണികൾക്ക് കഴിക്കാൻ പറ്റും. മറ്റൊരു ഫ്രൂട്ട് സബർജിൽ എന്ന് പറയുന്നത്. സബർജിലിൻ്റെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് കേടാകാതിരിക്കാൻ, 1 വർഷത്തോളം കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമിയിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി. ഉമി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈർച്ചപ്പൊടി ഉണ്ടല്ലോ, അതിലെല്ലാം പൊതിഞ്ഞ് വെച്ചാൽ അത് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഫ്രൂട്ട്സിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു തരും. പിന്നുള്ളത് ചേമീനാണ്, നമ്മൾ നേരത്തെ കാണിച്ചു തന്നെ ചെറിയ ചേമീൻ. അത് കഴിഞ്ഞിട്ടുള്ളത് നല്ല അയില കേട്ടോ, അടിപൊളി അയിലാണ്. അടിപൊളി ചെറിയ അയില, ഒരു കൈപ്പത്തിയോളം വലുപ്പമുള്ള അയില, കുറഞ്ഞ വിലയാണ്. പിന്നെ വേളൂരി വെത്തൽ, മഞ്ഞവാലൻ വെത്തലുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ വേളൂരി വെത്തലുണ്ട്, അടിപൊളി വെത്തലാണ്. ഈ വെത്തലിൻ്റെ കൂടെ വേറെയുള്ളൊരു ഇതൊരു പരാതാണ് കേട്ടോ, ഇതൊരു ചെള്ളാണ്. അതായത് മീനിൻ്റെ നാവൊക്കെ തിന്നാറായിട്ട് അയിലരൊക്കെ കൂടുതലായിട്ട് കാണും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇതൊരു പ്രാവശ്യം കടിച്ചു കഴിഞ്ഞാൽ, അയിലേൻ്റെ കൂടെ ഇത് പ്രാവശ്യം കടിച്ചു കഴിഞ്ഞാൽ ഇതിന് 6 മാസത്തിന് അയാൾ മീൻ കൂട്ടുക എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല പൊന്നടവ്, പരവ, അടവ് എന്നൊക്കെ പറയുന്ന ഒരൈറ്റമാണ്. നല്ല ഫസ്റ്റ് ക്ലാസ്, ഏത് നട്ടപ്പാതിരക്കും മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ മീനുകളിലൊന്നാട്ടോ, കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ് മീൻ. അത് കഴിഞ്ഞിട്ട് നാടൻ മത്തി ആയതുകൊണ്ട് തന്നെ നീളം അല്പം കൂടുതലാണ്. അതുകൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇതാണെങ്കിലും നല്ല ഇറച്ചിയായിരിക്കും, ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും മറ്റേ നാടൻ പിന്നെ ഉരുണ്ട മത്തി അപേക്ഷിച്ചിടത്തോളം. പിന്നെ ഇതിൽ നിന്ന് കിട്ടിയൊരു ഇന്നത്തെ ഒരു അതിഥിയാണ്, വേറെ ആൾ മരിച്ചു പോയാണ്, ഇന്നാലില്ലായി വൈന്നാലി രാജു. എന്നാലും വേണ്ടിയില്ല, നല്ല അടിപൊളിയായിട്ട്. പിന്നെ അബുണ്ട്. എല്ലാവരും വലിയൊരു പരാതിയാണ് നമ്മളിവിടെ മീൻ, പിന്നെ ഫസ്റ്റ് ക്ലാസ് മീനൊക്കെ നമ്മൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അത് വൃത്തിയായിട്ട് മുറിക്കാൻ പറ്റില്ല. അപ്പോൾ അബുവിന് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്? അബുവാ ഒരു 5-6 കൊല്ലം മീൻ കട്ടിങ്ങിൽ, 8 കൊല്ലം മീൻ കട്ടിങ്ങിൽ മാത്രം എക്സ്പീരിയൻസ് ഉള്ള അബുണ്ട്. അപ്പോൾ ഇനി ആരും പിന്നെ എന്ത് ചെയ്ത് എൻ്റെ മീനെ മുറിച്ച് വൃത്തികേടാക്കി എന്നുള്ള കംപ്ലയിൻ്റ് ആയിട്ട് പിന്നെ മീൻ മുറിച്ചത് കൊണ്ട് മാത്രം പരിപാടി കൊളായി എന്നുള്ള കംപ്ലയിൻ്റ് ഒന്നും ആരും പറയരുത്. പറയാതിരിക്കാൻ നമ്മൾ എടുത്തു വന്നാൽ മതി. പിന്നെ ഇവിടുത്തെ നമ്മുടെ കടയുടെ ലിങ്കും അതുപോലെ തന്നെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ മുതലാളിൻ്റെ പ്രൊപ്പറേറ്റർ ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് കാണാം. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ സ്രാവ് കേട്ടോ. സ്രാവ് ഗർഭിണിയാണ്, പാൽസ്രാവ് എന്നൊക്കെ പറയാം കേട്ടോ. അതായത് മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ നല്ലതാണ്, പക്ഷെ അത് ഗർഭിണികൾക്ക് ഇത് ദോഷം ചെയ്യും. അതായത് മെർക്കുറി കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് ഗർഭിണികൾക്ക് ഇത് ദോഷം ചെയ്യും. നേരെ മറിച്ച് മുലയൂട്ടുന്ന അമ്മമാർക്ക് ഇത് കുഴപ്പമില്ലാത്തൊരു ഐറ്റമാണ്. ഇതിൻ്റെ സ്കിന്ന് ഹാർഡല്ല, സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ തൊലിയോടെ കൂടി കട്ട് ചെയ്ത് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ലാത്ത സ്രാവുകളിലൊന്നാണ്. കേരള തീരത്ത് കണ്ടുവരുന്ന ഏറ്റവും വലുപ്പം കുറഞ്ഞ സ്രാവുകളിലൊന്നും ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല ഏട്ടുണ്ട്, മുട്ടയുള്ള ഏട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വന്നാൽ നല്ല മീൻ കൊണ്ടുപോകാം.